ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദമായൊരു വീഡിയോയാണിത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ്സിൻ്റെ ഈ പ്രാവശ്യം മുതൽ 2025-26 അധ്യയന വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കിവിടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും 3 സബ്ജക്റ്റുകളുടെയും ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1 ആണ്, ഭാഗം 1 മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണുള്ളത്, എങ്ങനെയൊക്കെയാണ് പാഠഭാഗങ്ങളുള്ളത്, എത്ര പാഠഭാഗങ്ങളാണുള്ളത്, അതുപോലെ തന്നെ പഴയ പാഠഭാഗങ്ങളുണ്ടോ, അതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് ഫിസിക്സ് നോക്കാം, ഭൗതിക ശാസ്ത്രം. അപ്പോൾ ഫിസിക്സിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 4 പാഠഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ്, സെക്കൻഡ് ചാപ്റ്റർ ലെൻസസ്, തേർഡ് ചാപ്റ്റർ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, ഫോർത്ത് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ ഇങ്ങനെ 4 യൂണിറ്റുകൾ, 4 പാഠഭാഗങ്ങളാണ് പാർട്ട് 1-ലുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന 2 പാഠങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് മുൻ വർഷങ്ങളിലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പാഠമാണ്. പക്ഷേ അവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. നമുക്ക് പഴയ ടെക്സ്റ്റ് ബുക്കിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്സിൽ വരുന്നത്. ദെൻ മലയാളം മീഡിയം നോക്കുകയാണെങ്കിൽ ഭൗതികശാസ്ത്രം, ഒന്നാമത്തെ പാഠം ശബ്ദ തരംഗങ്ങൾ, രണ്ടാമത്തെ ലെൻസുകൾ, മൂന്നാമത്തെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, 4ാമത്തെ പാഠം വൈദ്യുതിയുടെ കാന്തിക ഫലം. അപ്പോൾ ഇത്രയും പാഠഭാഗമാണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ദെൻ നമുക്കിനി കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയിൽ ഒന്നാമത്തെ പാഠം നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം ആണ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, തേർഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻസ്, ഫോർത്ത് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അപ്പോൾ 4 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ പാഠഭാഗങ്ങളൊക്കെ പണ്ടത്തെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രസതന്ത്രം ഭാഗം 1, പാഠഭാഗങ്ങളുടെ ഉള്ളടക്കം, ഒന്നാമത്തെ പാഠം ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും, രണ്ടാമത്തെ പാഠം ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ, മൂന്നാമത്തെ പാഠഭാഗം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, 4ാമത്തെ പാഠം വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയുടെ കാര്യത്തിൽ. നമുക്കിനി ബയോളജി നോക്കാം. ബയോളജിയിൽ നോക്കുകയാണെങ്കിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്, 3 ചാപ്റ്റേഴ്സ്: ജെനറ്റിക്സ് ഓഫ് ലൈഫ്, പാർട്സ് ഓഫ് എവല്യൂഷൻ ആൻഡ് ബിഹൈൻഡ് സെൻസേഷൻസ്. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ പാഠഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സെൻസേഷനെ കുറിച്ചിട്ടൊക്കെ പാഠഭാഗം ആ ടെക്സ്റ്റ് ബുക്കിൽ 1ാമത്തെ പാഠഭാഗമൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇത് 3ാമത്തെ പാഠഭാഗമാണ്. അതുപോലെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പാഠഭാഗവും ഉണ്ടായിരുന്നു. അത് 7ാമത്തെ പാഠമൊക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. എവല്യൂഷനെ കുറിച്ചിട്ടുള്ളതും ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടായിരുന്നു പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കുറിച്ചിട്ടുള്ളത്. ദെൻ മലയാളം മീഡിയം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പാഠം ജീവൻ്റെ ജനിതകം, രണ്ടാമത്തെ പരിണാമത്തിൻ്റെ വഴികൾ, മൂന്നാമത്തെ സംവേദനങ്ങൾക്കു പിന്നിൽ. അങ്ങനെ 3 പാഠഭാഗങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്ന് പറയുന്നതിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ പരിചയപ്പെട്ടു. അതിൽ എല്ലാ പാഠങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.